എനിക്ക് ഇനി എന്ത് പ്രശ്നം വന്നാലും ധൈര്യത്തോടെ ഞാനത് ഫേസ് ചെയ്ത് എഴുതി വെച്ചോ, ഞാനിവിടെ ജയിച്ചിരിക്കും. ഞാനിവിടെ കൊണ്ടുവന്ന് ജയിച്ചിട്ടേ പോകുന്നു. ഇനി ഏതൊക്കെ രീതിയിൽ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് ഏത് യമൻ വന്നാലും ഏതൊരുത്തൻ വന്നാലും ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എനിക്ക് എന്നിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനും പറ്റിയില്ല, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനും പറ്റി. അപ്പം ഞാൻ പറഞ്ഞ പോലീസുകാർ മനുഷ്യർ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ന്യായമുണ്ടോ അല്ലെങ്കിൽ അതിലൊരു ശരിയുണ്ടോ എന്നൊക്കെ നോക്കി എന്ത് ചെയ്യുക. ഞാൻ സത്യം പറയാൻ ഒരു സാധാരണക്കാരനാണ്, മനസ്സിലായില്ലേ? കാരണം ഒരുപാട് പോസിറ്റീവും ഒരുപാട് എന്താ പറയുക നെഗറ്റീവും ഉള്ള ഒരു പച്ചയ മനുഷ്യനാണ്. ഞാൻ ഒരു പൊളിറ്റീഷ്യൻ അല്ല, മനസ്സിലായില്ലേ? എൻ്റെ ആഗ്രഹമായിരുന്നു പൊളിറ്റിക്സിലേക്ക് വരാനുള്ളത്. എൻ്റെ ഒരു കന്നി അംഗമാണ് ഈ ഒരു നിയമസഭ ഇലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ജയിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഫേക്കായിട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ ജെന്യുവിനായിട്ടാണ് പറഞ്ഞത്. എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ റോബിൻ, ഇപ്പോൾ കുണ്ടറയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം പുതിയ വാർത്തകളൊക്കെ വരുന്നതൊക്കെ, ദമ്പതികൾക്ക് പോലീസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്താണ് റോബിന് തോന്നുന്നത്? ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, പോലീസ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, പോലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ സുരക്ഷയും നമ്മുടെ കാര്യങ്ങളും സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് പോലീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവർ തന്നെ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു കപ്പിളിന് ഞാൻ അവരെ നേരിട്ട് പോയി കണ്ടായിരുന്നു, ആ ഒരു ദമ്പതികളെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടെ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു പയ്യനെ 19 വയസ്സുള്ള ഒരു പയ്യനെ കുത്തിക്കൊല്ലുന്ന ഒരു സിറ്റുവേഷനും വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ആക്ച്വലി സത്യം പറഞ്ഞാൽ പോലീസിന് എത്തിച്ചേരാനും പറ്റിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാനും പറ്റിയില്ല, അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനും പറ്റി. അപ്പം ഞാൻ പറഞ്ഞാൽ പോലീസുകാർ മനുഷ്യർ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ന്യായമുണ്ടോ അല്ലെങ്കിൽ അതിലൊരു ശരിയുണ്ടോ എന്നൊക്കെ നോക്കി എന്ത് ചെയ്യുക. കാരണം ഈ ആവശ്യമില്ലാത്ത അനാവശ്യ വെറുപ്പ് മേടിക്കുന്നതിനെക്കാട്ടിയും നല്ലത് സത്യസന്ധമായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ അതുമാത്രമല്ല, ആ ദമ്പതികൾക്ക് തികച്ചും അവരുടേതായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. ഇപ്പോൾ കുണ്ടറയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുണ്ടറയിൽ ഇപ്പം നിലവിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA ആണ്. നിലവിലെ ഭരണം LDFൻ്റെ ആണ്. ഈ സമയങ്ങളിലാണ് ഇവർ പറയുന്നത് എല്ലാവർക്കും സുരക്ഷ ഒരുക്കും എന്ന് പറയുന്ന ഒരു സർക്കാർ, എല്ലാവരുടെയും ഒപ്പം എന്ന് പറയുന്ന UDF. ഇവർ ഈ സമയത്താണ് കുണ്ടറ പോലൊരു സ്ഥലത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഇതിനൊരു മാറ്റത്തിനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം റോബിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ BJP വരിക എന്നുള്ളതൊരു കാര്യമാണ്, അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റോബിന്റെ ഒരു സജഷൻ എന്തൊക്കെയാണ്? ഇതൊരു സിസ്റ്റമാണ്, മനസ്സിലായില്ലേ? കാരണം പോലീസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ, നമ്മുടെ നാടിൻ്റെ ഏരിയ അനുസരിച്ചുള്ള പോലീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് എന്നെ തിരിച്ചും നമുക്ക് അറിയത്തില്ല, മനസ്സിലായില്ലേ? കാരണം അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സത്യസന്ധമായിട്ട് കറക്റ്റായിട്ട് കറപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലീസുകാരും ഉണ്ട്, മനസ്സിലായില്ലേ? ജെന്യുവൻ ആയിട്ടുള്ള പോലീസുകാരും ഉണ്ട്. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന പോലീസുകാർ കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ചീത്തപ്പേര് എന്ത് ചെയ്യുന്നത് കേൾക്കുന്നത്. കാരണം പോലീസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള 1-2 പേര് അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം അവരുടെയും കൂടെ പേര് എന്ത് ചെയ്യണം, ഡാമേജ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം റെസ്പെക്റ്റ് ഏൺ ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യമാണ് പോലീസ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പം അത് ഏൺ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്, മനസ്സിലായില്ലേ? സോ ജനങ്ങളെന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഭീതിയോട് അല്ലെങ്കിൽ ഭയത്തോടെ കാണേണ്ടതല്ല. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഒരു ഇതാണ്. സോ അത് നിങ്ങൾ നോക്കി കണ്ട് എന്ത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ MLA ആയി കഴിഞ്ഞാലും ഇതേപോലെയുള്ള പല ഇഷ്യൂസും വരും, മനസ്സിലായില്ലേ? കാരണം ഇഷ്യൂസ് ഒന്നും വരാതെ ഒന്നും ഇരിക്കത്തില്ല. ഇഷ്യൂസ് വരുമ്പോൾ അത് മാക്സിമം സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ കണക്ക് ലോ ആൻഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അത്ര സ്ട്രോങ് അല്ല, മനസ്സിലായില്ലേ? സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്ന ലോസൊക്കെ ഇംപ്ലിമെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം എനിക്ക് തികച്ചുമുണ്ട്. പക്ഷേ അത് ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പം മേ ബി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനു വേണ്ടി എടുക്കുന്നതായിരിക്കും. നേരത്തെ ഒരു കാര്യം ചോദിച്ചാണ്, ഇപ്പോൾ റോബിനെ ഭീഷണിപ്പെടുത്തിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ റോബിൻ അങ്ങനെ ഒരു പേടിക്കുന്ന ഒരാളല്ല എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഭീഷണിപ്പെടുത്തുന്നത്? ഈ ഭീഷണിയിൽ റോബിൻ പേടിച്ചോ? ഇല്ല, പേടിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ ധൈര്യമായിട്ട് ഒന്ന് പറഞ്ഞത്. അല്ലേ, ഇപ്പം ഞാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കത്തല്ലേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തുന്ന ഈ കാര്യം എനിക്ക് ഇങ്ങനെ ഒരു 35 വയസ്സ് വരെ എനിക്ക് അഗൻസ്റ്റായിട്ട് ഒരു FIR ഒരു കേസോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ഈ ഇലക്ഷൻ്റെ ടൈമിൽ ഇതേപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പർപ്പസിലല്ലേ ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഇലക്ഷൻ്റെ സംഭവം തുടങ്ങി 15 ദിവസമേ ആയിട്ടുള്ളൂ. അതിൽ 7-8 ദിവസം ആയപ്പോൾ തന്നെ ഇലക്ഷൻ 8 ദിവസമുള്ളപ്പോൾ ഈ ഒരു സമയത്ത് ഇതേപോലത്തെ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ
അത് പ്ലാൻഡ് ആയിട്ടല്ലേ അല്ലേ? അല്ലെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞവരോ അല്ലെങ്കിൽ ഇതിന് ശേഷം പറഞ്ഞോ? എന്തുകൊണ്ട് ഇലക്ഷൻ്റെ ടൈമിൽ തന്നെ പീക്ക് ടൈമിൽ ഇതിപ്പോൾ പറയുന്നു? അപ്പോൾ പർപ്പസിലി ആ ഒരു കാൻഡിഡേറ്റിൻ്റെ ഭാഗം നശിപ്പിക്കാൻ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? കച്ച കെട്ടി ഇറങ്ങുന്നത്. അത്രേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി കാണുന്നതിനെ പറ്റി എന്താണ് റോബിൻ്റെ ഒരു അഭിപ്രായം? ഏതാണ്? റോബിൻ ആയിരുന്നെങ്കിൽ ഒരു റോബിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ റോബിൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഇതിനെല്ലാവരും പൊളിറ്റിക്കലി ആണല്ലോ ഇപ്പോൾ റോബിനെതിരെ. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നിൽക്കത്തില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലായില്ലേ? ഒരാൾ കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് അയാളെ ഏതെങ്കിലും രീതിയിൽ വലിച്ച് താഴെ ഇടുക, അല്ലെങ്കിൽ ഒരു കാര്യമില്ലെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും താക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതൊന്നും ജീവിതത്തിൽ എവിടെയും എത്താനും പോകുന്നില്ല, നന്നാവാനും പോകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അവരുടെ ഇൻറ്റൻഷനാണ് പ്രധാനം. ഇൻറ്റൻഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ കറക്റ്റ് അല്ല. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പർപ്പസിലി നശിപ്പിക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രതീക്ഷ തന്നെയായിരുന്നു കുണ്ട്രയിലേക്ക് എത്തിയത്. ഒബ്വിയസ്ലി. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പം ഒരുപാട് കാര്യം, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ തന്നെ നോക്കിയേ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ എൻ്റെ ശരീരത്തെ അനാവശ്യമായിട്ട് കൈവച്ച സമയത്ത്, എൻ്റെ ദേഹത്ത് തൊട്ട സമയത്ത് ഞാൻ റെസിസ്റ്റ് ചെയ്തതിനാണ് എന്നെ പുറത്താക്കിയത്. അതിനുശേഷം പല രീതിയിലുള്ള പലരും അവിടെ ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും പലരും എന്ത് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പം ഇവിടെയും ഒബ്വിയസ്ലി അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്നിടത്തോളം കാലം, മനസ്സിലായില്ലേ? ഞാൻ എന്നെ എന്നെ വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്കിനി എന്തെന്നൊക്കെ പറഞ്ഞാലും എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്, മനസ്സിലായി? ആരെയും കുത്തിക്കൊല്ലുകയോ റേപ്പിയോ കഞ്ചാവടത്തെയോ ട്രക്കടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇനി എന്ത് വന്നാലും ഇതിൻ്റെ അപ്പുറം വന്നാലും ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കലും ഇല്ല. ഇനി വിഷമം വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഹെൽത്ത് ആക്ച്വലി ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കൂടി രാത്രി അമ്മേനെ പോയി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ആക്കി. ഞാൻ തിരിച്ച് രാവിലെയാണ് 5:30 എത്തി, തിരിച്ച് 7:30 വീണ്ടും ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെ നിൽക്കുക ഈ സമയം വരെ. ബ്രോനറിയാലോ, ഇത്രയും സമയം വരെ ഇങ്ങനെ പോയി. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇനി രാത്രി 9-10 മണി വരെയും പോകും. കുണ്ട്രയുടെ ജനങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാനൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു ഞാൻ സത്യം പറയാൻ ഒരു സാധാരണക്കാരനാണ്, മനസ്സിലായില്ലേ? കാരണം ഒരുപാട് പോസിറ്റീവും ഒരുപാട് എന്താ പറയുക നെഗറ്റീവും ഉള്ള ഒരു പച്ചയ മനുഷ്യനാണ്, മനസ്സിലായില്ലേ? എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉള്ള, മനുഷ്യരുടെ മനസ്സും വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പച്ചയ മനുഷ്യനെന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ ഒരു പൊളിറ്റീഷ്യൻ അല്ല, മനസ്സിലായില്ലേ? എൻ്റെ ആഗ്രഹമായിരുന്നു പൊളിറ്റിക്സിലേക്ക് വരാനുള്ള. എൻ്റെ ഒരു കന്നി അംഗമാണ് ഈ ഒരു നിയമസഭ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്ത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൈത്താങ്ങായി അല്ലെങ്കിൽ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം കാരണം സ്നേഹവും വിശ്വാസമാണല്ലോ എല്ലാത്തിനും വലിയൊരു കാര്യം, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ജയിച്ച് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പലരും പറയുന്നുണ്ട് റോബിൻ ഇതേപോലെ ഇങ്ങനെ അയ്യോ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇങ്ങനെ തൊഴുത് പറയുന്നില്ല എന്ന് വെച്ചാൽ എനിക്കത് അറിയത്തില്ല, മനസ്സിലായി? എനിക്ക് ഫേക്കായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ജെന്യുവനായിട്ടാണ് പറഞ്ഞത്. എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരൂ, എനിക്കത് ഇത് ചെയ്ത് കാണിക്കാനുള്ളൊരു അവസരം കിട്ടിയാലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കാഷ്യൂ ഫാക്ടറിയിൽ റോബിൻ്റെ ഒപ്പം വന്നപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും കൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുന്ന കണ്ടപ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ മൊത്തം അഴുക്കാണെന്ന് ലേഡി പറയുന്നത്. എന്നാൽ അടുത്തിരുന്ന ലേഡി പറയുകയാണ് അവർ ഡോക്ടറാണ്, എന്ത് അസുഖങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൈ തൊട്ട് തന്നെ നോക്കുന്നൊരു ഡോക്ടറാണ്, അതുകൊണ്ട് പുള്ളിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് അപ്പം കൈ കൂപ്പിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ഇനി എന്ത് പ്രശ്നം എന്ത് വന്നാലും ധൈര്യത്തോടെ ഞാനത് ഫേസ് ചെയ്ത് എഴുതി വെച്ചോ ഞാനിവിടെ ജയിച്ചിരിക്കും. ഇത് ഞാനാണ് പറയുന്നത്. ഞാനിവിടെ കുണ്ട്രയിൽ നിന്ന് ജയിച്ചിട്ടേ പോകുന്നു. ഇനി ഏതൊക്കെ രീതിയിൽ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരുത്തനാണ് ഞാൻ. അതുകൊണ്ട് ഏതൊരുത്തൻ വന്നാലും ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എനിക്ക് എന്നിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ കുണ്ട്ര മണ്ഡലത്തിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനാനുഗ്രഹവും ഞാൻ നേരിട്ട് കാണുന്നതാണ്. ഇപ്പം എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായല്ലോ? മെജോറിറ്റി ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്. പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നമുക്കിപ്പം ബേസ് വോട്ടായിട്ടുള്ളത് 25,000 വോട്ടാണ്, മനസ്സിലായില്ലേ? കാരണം 25,000 വോട്ടാണ് BJPക്ക് ബേസ് വോട്ട്. അതിൽ 55,000 to 60,000 കിട്ടിയാൽ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ 30,000 വോട്ട്, പകുതി കൂടുതൽ വോട്ടും എനിക്ക് കിട്ടണം, മനസ്സിലായി? 15 ദിവസത്തിൽ അതിൽ എന്നെ ജെന്യുവനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
അവരുടെ വോട്ട് കൊണ്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. അത് അവരെന്നെ ഒരു എന്താ പറയുക, ഒരു പച്ചയ മനുഷ്യനായിട്ട് കണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയിൽ അവർക്കൊരു സ്നേഹം തോന്നിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഞാൻ ജയിക്കും.